ഗൈസ് അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡ് ബിരിയാണി, ഇറച്ചി, പപ്പടം, സലാഡ്. ചോറ് എന്തില്ല ഗൈസ്. ചിക്കൻ എങ്ങനെ? ചിക്കൻ കുഴപ്പമില്ല. ഫുള്ള് കഴിച്ചിട്ട് വരാം. കഴിച്ച് ഇനി റൂമിലോട്ടാണ്. റൂമിൽ കുറച്ച് നേരം റൂമിൽ 1 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം ഇനി ഗാർഡനിലോട്ടാണ്. നേരെ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. വെയിലും ഉണ്ട്, അതോടൊപ്പം തന്നെ ചൂട് കാറ്റുള്ളതുകൊണ്ട് ക്ഷീണമൊന്നുമില്ല. ഇനി റൂമിൽ കയറിട്ട് ഫുഡ് കഴിച്ച് റൂമിൽ കയറി ഇനി കുറച്ച് നേരം റെസ്റ്റാണ് ഗൈസ്. അപ്പം പ്രശ്നമാണ് പ്രശ്നം, എല്ലാവരും ചത്ത് കിടക്കുകയാണ്. നീ കുറച്ചേരം വെയിൽ കൊടുക്കും. അതാരടുത്ത് ഉറങ്ങി ചത്ത പോലെ കിടക്കാന്ന്. വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നേ, നിന്റെ മാസം ഉണ്ടായിരുന്നേ. നിന്റെ അപരാധങ്ങളും അഭിരാമിയിൽ അപരാധം മാത്രല്ലേ ഉള്ളൂ, എനിക്ക് ടിക്ടോക്ക് ഇല്ല. അവനെന്തോ കണ്ടെന്ന് പറയണവേ, എന്തോ പുറത്ത് നോക്കിയപ്പം അറത്തിപ്പോയി. കണ്ടില്ലേ, കോളിലാണ് കേസ്, ഫുൾ ടൈം കോൾ. ഏതോ പെണ്ണ് സെറ്റായി കേസ്. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടാണ് ഇറങ്ങുന്നത്. തണുപ്പ് അങ്ങനെയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലൈമറ്റ്. എല്ലാവരും ഇന്ന് അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ വ്യൂ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇവിടെ പ്ലാസ്റ്റിക് അലോഡ് അല്ല, ഫൈനുണ്ട് 500 രൂപ. വേണ്ട, ഇനി നമുക്ക് ഇറങ്ങി വണ്ടി കയറാം. വണ്ടിയിൽ പോയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡൻ, അവിടെ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ പോയി ചെറിയ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ അടുത്തെത്തി. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി പോയി. ഇനി കുറച്ച് ദൂരം നടക്കാനുണ്ട്, നടന്നിട്ട് വേണം നമുക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അങ്ങോട്ട് പോകാനായിട്ട്. ഇവിടെ കൂടെയാണ് നടന്നുകൊണ്ട് പോകണേ. ഇനി ഇവിടെ ചെന്നിട്ട് അങ്ങോട്ട്. ഗൈസ്, ഈ ഒരു ഫ്രെയിം നോക്കിയേ, എന്ത് കിടിലം ഫ്രെയിം നോക്കിയത്. കണ്ടില്ലേ, മണ്ടയിൽ ഇതേപോലത്തെ ചെടി, പിന്നെ നമ്മുടെ ഊട്ടിപ്പൂ പ്രാവ്. സൈഡിൽ കടയാണല്ലോ, ഒരു ടാർപ്പയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ എൻട്രൻസിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ബാക്കിയുള്ളവർ വന്നിട്ടില്ല, അതിനുവേണ്ടി വരെ വെയിറ്റിംഗ് ആണ്. പിന്നെ കണ്ടില്ല ഗൈസ്, പ്ലാൻസ് ഒക്കെ ഇവിടെ നിന്ന് വാങ്ങാം. ഗൈസ് അങ്ങനെ അകത്ത് കയറി. വളരെ തിരക്കൊക്കെ ഉണ്ട്, പിന്നെ കുറേ ഏക്കർ കണക്കിന് കിടക്കുന്നുണ്ട്, കാണാൻ കുറേ ഉണ്ട്. അതുമല്ല ഇവിടെ വലിയൊരു പോണ്ട് ഉണ്ട് കേട്ടോ. അവിടെ വേറെ എന്തോ പോണ്ട് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിരിക്കും കേട്ടോ. ക്രൗഡ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇറങ്ങിയിട്ട് എവിടെയെങ്കിലൊക്കെ പോയി നിൽക്കാം, കുറച്ച് റീലെടുക്കണം എന്നാണ്ട് ഒരു പ്രതീക്ഷ. നടക്കുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. കിളി ഗൈസ്, ഇവിടെ നിന്ന് മറ്റേ റൗണ്ടായിട്ട് ഇരുന്നിട്ടേ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കറങ്ങണ ഒരു റീലെടുക്കും. എല്ലാവരും ഉൾപ്പെടുത്തും. പറഞ്ഞവര് എല്ലാവരും വിളിക്കണം, കിടന്ന് കറങ്ങണ ഒരു റീലുണ്ട്. അടിപൊളി സ്ഥലം. ഓ ഗൈസ്, ഇനി ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഞാൻ ഇവിടെ 3 പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിന് മുമ്പ്. സ്ഥിരം ആയിട്ട് കാണുന്ന പോലെ ഒക്കെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഫോട്ടോ എടുക്കാനൊക്കെ നൈസാണ് കേട്ടോ.
കുറച്ചേ ഉള്ളൂ, ഇവിടുന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു 10 അരമണിക്കൂറിൻ്റെ അകത്ത് വെച്ച് കാര്യം തീരും. പിന്നെ ഇവിടെ കുറേ നേരം കൊണ്ടിരിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. ജേർണയുടെ അവിടെ ഓർമ്മയുണ്ടോ ആ സ്പോട്ട്? അത് അവന് കത്തി, അത് ഞാൻ ഇവിടെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് കൊടുത്തേക്കാം ഗൈസ്. ഫ്ലാഷ് ബാക്ക്. ആ ഒരു സ്ഥലത്ത് മനസ്സിലായല്ലേ എനിക്ക്? അത് കുളം, ഒരു ആർച്ച് പോലെ ഒരു അടിപൊളിയായിട്ട് സാധനം. കണ്ടില്ലേ, എസ്റ്റാബ്ലിഷ് 1894. കിടിലം പ്ലാൻസ് ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ട് ഒരു കിടിലം സ്ഥലം. കണ്ടില്ലേ, ഇതൊക്കെ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ്, നമ്മൾ അടുത്ത് കയറാനായിട്ട് പോണത് ഗ്ലാസ് ഹൗസിലാണ്. മൈരോ ബ്ലാസൻ പ്ലം. എന്താണ് മൈരോ ബ്ലാസൻ പ്ലം? എന്തൊക്കെ പേര് ഗൈസ്. ഡെയിലി ഇല്ല, പ്രൊട്ടക്ഷന് കണ്ണാടി വയ്ക്കാം. അവിടെ ഗ്ലാസ് ഹൗസ് ഉണ്ട് ഗൈസ്, നമുക്ക് അകത്ത് കയറാം. നോക്കിയിരുന്നാ മതി. ഞാൻ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൂടി പോയ 20 മിനിറ്റ്. ഗൈസ്, ഇവിടെ ഒരുപാട് പ്ലാന്റ്സിന്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോട്ടിന് പിടിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിലും നമുക്കറിയത്തില്ല, അത് വേറൊരു കാര്യം. ആന്തോറിയം വെറൈറ്റീസ് ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ, കണ്ടില്ലേ? പിന്നെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ ഗൈസ്? ഒരുപാട് പ്ലാന്റ്സ്. പൂ പറിക്കാൻ പാടില്ല, കണ്ട് പക്ഷെ കാണുക, പോവുക, അത് മാത്രമല്ല. ഓ, വേണമെങ്കിൽ വീഡിയോ എടുക്കാം. വീട്ടിലെല്ലാം പ്ലാന്റ്സ് ആണ് ഗൈസ്. അതുപോലെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കാണാൻ അടിപൊളി ഭംഗിയായിട്ടൊക്കെയാണ്. അതോടൊപ്പം തന്നെ ജീനസ് നെയിം, സയൻറ്റിഫിക് നെയിമും കോമൺ നെയിം ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിലെല്ലായിടത്തും. കണ്ടില്ല ഇവിടെ ഒരുപാട് പ്ലാന്റ്സ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കണ്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ള് ബൊട്ടാണിക് ഗാർഡൻ ആയതുകൊണ്ട് ഫുള്ള് പ്ലാന്റ്സും പൂക്കളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കറങ്ങി കാണാൻ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ എല്ലായിടത്തും സയൻറ്റിഫിക് നെയിമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു മയിലിൻ്റെ ഒരു തീമിലുള്ള ഒരു ചെടി തന്നെ കിള്ളും. അക്ഷയ ബ്ലോഗ് പറയാൻ പോണത് ഒടിഞ്ഞു കിടക്കണമെന്ന്. കൊള്ളാം. ഗൈസ്, ഇതാണ് ഫോസിൽ ട്രീ, കണ്ടില്ലേ? ഫോസിൽ ട്രീ ഗൈസ്, ഇത് കണ്ടില്ലേ? ഇതിന്റെ മൂഡ് നോക്കി നോക്കൂ, ഇതിന്റെ ഇത് കണ്ട. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. കുറച്ച് റീൽസ് എടുത്ത് ഇമാർക്ക് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്ത്
പിന്നെ എനിക്ക് കുറച്ച് ഷോർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇതുമല്ല കുറേ പേര് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ നാളെയും കുറച്ച് പരിപാടിയുണ്ട്. നാളെ വയനാട് ഒക്കെ ആയിട്ടാണ് നമ്മൾ നാളെ പോകുന്നത്. അത് വെളുപ്പിൽ ഇറങ്ങും. അതെന്തായാലും വേറൊരു വ്ളോഗായിരിക്കും. പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് സ്റ്റോളും അതൊക്കെ ഉണ്ട്, കടയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വാങ്ങാം. ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കട്ടെ. നമുക്ക് എത്ര മണി 6 വരെ ടൈമുണ്ട്. അത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് പർച്ചേസ് ചെയ്യണം. ബാഗ് കാര്യങ്ങളൊക്കെ വാങ്ങാനും വേറെ എന്തിനു വേണമെങ്കിലും നമുക്കിവിടെ വാങ്ങാം. ഗൈസ് അങ്ങനെ നമ്മൾ ഊട്ടിയിൽ വന്നിട്ട് ഊട്ടി വർക്കി എന്ന് പറയുന്ന സാധനം സീറ്റ്സാണ്, അത് വാങ്ങി. ഗൈസ് അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ മുട്ടുവേദനയ്ക്കുള്ള ഒരു മരുന്ന് വാങ്ങിച്ചു. പപ്പയ്ക്ക് കൊടുക്കാം. നൈറ്റ് ആവാറായി, തണുപ്പ് തുടങ്ങി. അപ്പൊ എന്റേത് ഞാൻ ഷാർക്കായിരുന്ന ഒരു ഫോട്ടോയും കൂടെ എനിക്ക് എടുത്തു തരൂ. ആ അടിപൊളി. ഷാർക്ക് ഒക്ടോപ്പസ്. പോവാം. മാന്യമായ വിലക്ക് തരും. അവിടെ നമ്പൂരേക്ക് ഇത്രയും വാങ്ങിച്ചാൽ 360. ഓക്കെ ഓക്കെ. ഇറങ്ങി നമ്മൾ വർക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരു സാധനം വാങ്ങിച്ചെന്ന് പറഞ്ഞു, കഴിച്ചു നോക്കാം. ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കുന്നത് കേട്ടാ. നോർമലി നമ്മളൊരു ചെറിയ കടയിലൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു സ്വീറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഊട്ടി വർക്കി ബെന്നീല് ഇപ്പം നമ്മൾ വന്ന വഴിക്ക് തന്നെ ഈ ഊട്ടി വർക്കി നമ്മൾ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തായിരുന്നു. എല്ലാവരും വാങ്ങാൻ വേണ്ടി വേറൊരു കടയിൽ കയറി. എത്ര രൂപ വാങ്ങിച്ചില്ല. നേരത്തെ വാങ്ങിച്ചായിരുന്നു 100 രൂപ. പിന്നെ ബെന്നി വാങ്ങിച്ച 50 തന്നെയാണ് എല്ലാവരും കഴിച്ചത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർക്ക് വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. വാങ്ങട്ടെ, കഴിക്കട്ടെ. ഈ ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകാം. അതായത് ഇപ്പം ഊട്ടിയിലാണ് സ്റ്റേ. അതായത് ഫുഡും കഴിച്ചിട്ട് നാളെ വയനാടാണ് പോണത്. അപ്പം ധൈര്യം ക്യാമ്പ് ഫയർ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. 8:30 തൊട്ട് 9 മണി വരെ ഇറങ്ങാം. ഫുഡ് കഴിച്ചിട്ടായിരിക്കും ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 8:30 തൊട്ട് ആണ് ക്യാമ്പ് ഫയർ. അതുപോലെ പുറത്തിറങ്ങി തണുപ്പ് ഉണ്ട് കേട്ടോ, തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഒരു 6 മണിക്ക് ശേഷം നല്ലൊരു ക്ലൈമറ്റ് വന്ന് തുടങ്ങി. ഇനി നമുക്ക് ഇറങ്ങട്ടെ. ഇനി കുറച്ച് നേരമൊക്കെ വരാനുണ്ട്. ഗൈസ് അവിടെയാണ് ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ പരിപാടി നടക്കുകയാണ് അതൊരു ടീമിന്. ഗൈസ് ഈ കല്ലുള്ളതുകൊണ്ടാണ് നമ്മളിവിടെ കുറച്ച് നേരം പിടിച്ചിരിക്കുന്നത്. അതായത് നല്ല തണുപ്പല്ലേ, ഈ കല്ല് ചൂടാക്കി വെച്ച് ചെയ്യണം. നമ്മൾ അവിടെ നിന്നിട്ട് ഇത് ഓണാക്കിയപ്പോൾ ഇങ്ങ് വന്നു. ഗൈസ് അങ്ങനെ ഫുഡും കഴിച്ച് ക്യാമ്പ് ഫയർ വേണ്ടി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാ. ഇനിയിപ്പം തുടങ്ങി ആ ടീം കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. തണുപ്പുണ്ട് ഗൈസ്, നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് ഞാൻ അവിടെ വന്ന സമയത്ത് ഇവിടെ ആയിരുന്നു ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഇവർ അകത്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അയ്യോ ഇരുന്ന് കത്തുന്നു. ഒരു 10:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങിയായിരുന്നു കേട്ടോ. ഓ നമുക്ക് ഇതുണ്ടായിരുന്നു ക്യാമ്പ് ഫയർ, അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഓ കാണിച്ചിട്ടുണ്ട്. ആരെയും കണ്ടുകൂടായില്ലേ. പിന്നെ ഒരു ചായ പോയി നടക്കുകയാണ്. ചായ കിട്ടോ ഇല്ലേന്നൊരു ഡൗട്ടാണ് കേസ്. ഇത്രയും സമയമില്ലേ
വേറെ ആരുമില്ല, നമ്മൾ കുറച്ച് പേര് മാത്രം ഇങ്ങോട്ട് ഇറങ്ങി. എല്ലായിടത്തും ചായ ഇല്ല. ഇനി എവിടെയെങ്കിലും പോവാം. ഇനി റൂമിൽ തന്നെ പോകാമെന്നാണ് തോന്നുന്നത്. എല്ലായിടത്തും നോക്കി തീയൊന്നുമില്ല. കഴിഞ്ഞ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. 2-3 മാറ്റൊക്കെ ഡാൻസ് കളിച്ച് ക്ഷീണം, തൊണ്ട ഒരുമാതിരി ഇരിക്കുകയാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച സ്പോട്ടിൽ തന്നെ വീണ്ടും വന്നു. ഇവിടെ കട്ടായിട്ട് വരുമെന്ന് ചോദിച്ചു നോക്കാം. തണുപ്പുണ്ട്, പിന്നെ ജലദോഷത്തിൻ്റെ ആരംഭവും, തൊണ്ടവേദന. ഇനി നമുക്ക് നാളെ രാവിലെ വെളുപ്പിൽ 5 മണിക്ക് ഇവിടെ നിർത്തിയിരിക്കണം. ഇറങ്ങണം, റീൽസ് എടുക്കണം, അതാണ് അടുത്ത പരിപാടി. ചായ കുടിക്കണം. അങ്ങനെ തേയില കിട്ടി. ഇനി തേയില കുടിക്കണം, നല്ല ചൂട് തേയില.